മൈത്രി ഭവ. എല്ലാ SLS കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആത്മവിമർശനത്തെക്കുറിച്ച് ഓഷോ ഇങ്ങനെയാണ് പറയുന്നത്: അതൊരു മോശമായ ശീലമാണ്. ആത്മാവബോധം നല്ലതാണ്, എന്നാൽ ആത്മവിമർശനം നല്ലതല്ല. കാരണം അതൊരിക്കലും കാര്യത്തിലേക്ക് ചെല്ലുന്നില്ല. ആ നിമിഷം പോയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ വിമർശിക്കുകയാണ്. അവബോധം വർത്തമാനത്തിലും വിമർശനം ഭൂതകാലത്തെക്കുറിച്ചുമുള്ളതാണ്. നിങ്ങൾ ചെയ്ത കാര്യം ചെയ്തിട്ടില്ലാതാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അത് രണ്ടാമത് ചെയ്യാൻ കഴിയില്ല. അത് ചെയ്തു കഴിഞ്ഞു, എന്നേക്കുമായി ചെയ്തു കഴിഞ്ഞു. അത് സംബന്ധിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരു നിമിഷം പോലും പാഴാക്കുന്നത് കേവലം വിഡ്ഢിത്തമാണ്. കാരണം വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് വഴി നിങ്ങൾക്ക് വർത്തമാനത്തെ പാഴാക്കുകയാണ്. എന്തുതന്നെയായാലും ബോധവാനായിരിക്കുക. ബന്ധം, ജോലി, ധ്യാനം, അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ ബോധവാനായിരിക്കുക. ഒരിക്കലും വിമർശനപരമാകാതിരിക്കുക. കാരണം അവബോധത്തിന്റെ ആ നിമിഷത്തിൽ ചിലതിന് പരിവർത്തനമുണ്ടായേക്കാം. നിങ്ങൾ ബോധവാനാണെങ്കിൽ നിങ്ങൾ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്ന തെറ്റുകൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. ബോധവാനായ ഒരാൾ പശ്ചാത്തപിക്കുന്നില്ല. ഒരാൾ സ്വയം ഖേദിക്കുന്നതിൽ, സ്വയം വിമർശിക്കുന്നതിൽ, സ്വയം വിഷമിക്കുന്നതിൽ കാര്യമില്ല. അതെല്ലാം അസുഖങ്ങൾ ആണെന്നാണ് ഓഷോ പറയുന്നത്. അതുകൊണ്ട് അത് ഉപേക്ഷിക്കുക. എല്ലാ SLS കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഉന്മേഷത്തിൻ്റെ, ഉത്സാഹത്തിൻ്റെ, നല്ല ബന്ധങ്ങളുടെ, നല്ല ശീലങ്ങളുടെ മൈത്രി നേരുന്നു. മൈത്രീ ഭവ.